ഹലോ എവ്രിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് നമ്മളിന്ന് ആരംഭിക്കുകയാണ്. സിലബസിൽ പറഞ്ഞിട്ടുള്ള അതേ പാറ്റേണിൽ അതേ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കവർ ചെയ്യക്കത്ത രീതിയിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അത് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രസീൽ. 2025 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ബ്രസീലാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാജസ്ഥാനിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? രാജസ്ഥാനിലെ നിലവിലെ മുഖ്യമന്ത്രി. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ഭജൻലാൽ ശർമ്മ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. നാലാമത്തെ ക്വസ്റ്റ്യൻ, 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത്? ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കൊല്ലം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, TN ശേഷൻ. TN ശേഷന്റെ പുസ്തകമാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി വനിത. ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരം നേടിയ മലയാളി വനിത. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഗീത AR. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ലിഥിയം നിക്ഷേപമാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, ജമ്മു കശ്മീർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ചാന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ. 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, P വീരമുത്തുവേൽ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹരിണി അമരസൂര്യ. 11, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, പാമീർ പീഠഭൂമി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിര ഏത്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിര ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സസ്കർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ശിവാലിക്കിന്റെ ശരാശരി ഉയരം എത്രയാണ്? ശിവാലിക്കിന്റെ ശരാശരി ഉയരം എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1220 മീറ്റർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേത്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സോജില. 15ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്ന പേര്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്ന പേര് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജമുന. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ധാന്യപുര. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഉത്തര മഹാസമതലം. 17, കൃഷ്ണ നദിയുടെ ഏകദേശ നീളം. കൃഷ്ണയുടെ നീളമാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1400 കിലോമീറ്റർ. 18, ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലത്തിന്റെ പ്രത്യേകതയാണ്? പശ്ചിമ അസ്വസ്ഥത ഏത് കാലത്തിന്റെ പ്രത്യേകതയാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഇ ആണ്, ശൈത്യകാലം. 19,
റാബി വിള അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ റാബി വിള അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ് കരിമ്പ്. 20. സുന്ദർഗഡ് ഇരുമ്പ് ഖനി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? സുന്ദർഗഡ് ഇരുമ്പ് ഖനി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒഡീഷ. 21. വി പി മേനോൻ ഒഡീഷയിലെ ഗവർണറായി ചുമതലയേറ്റത്? വി പി മേനോൻ എന്നാണ് ഒഡീഷയുടെ ഗവർണറായി ചുമതലയേറ്റത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് 1952. 22. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അഹമ്മദാബാദ്. 23. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകമാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ പ്രധാന ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? 24-ാമത്തെ ക്വസ്റ്റ്യൻ. ദക്ഷിണേന്ത്യയിൽ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ടു വാരി സിസ്റ്റം. 25. സന്താൾ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് എന്ന്? സന്താൾ കലാപം നടന്നതെന്നാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 1855. 26. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് മൗലവി അഹമ്മദുള്ള. അപ്പൊ നിങ്ങളൊന്ന് സ്പീഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് പോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആൻസേഴ്സ് ഓപ്ഷൻസ് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ നിന്നും ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. കാരണം അല്ലാതെ ചുമ്മാ കേട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സാം എഴുതുന്ന ഒരു ഫീല് കിട്ടില്ല. നിങ്ങൾ തന്നെ ഓപ്ഷൻസ് വായിച്ചു നോക്കി നിങ്ങളുടെ ഉത്തരം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എത്രത്തോളം അത് എഴുതാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻസ് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 27. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ദാദാഭായ് നവറോജി. 28. സ്വദേശി സ്റ്റീം ആണ് കേട്ടോ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിതമായതെന്ന്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നാണ് സ്ഥാപിതമായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 1906. 29. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആര്? കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരെന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വാറൻ ഹേസ്റ്റിംഗ്സ്. 30. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ട പ്രസ്ഥാനം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രാർത്ഥനാ സമാജം. 31. ദേശീയ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏത്? ദേശീയ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തത്വബോധിനി. 32. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 1947 ജൂലൈ 22. 33. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ആന. പൈതൃക മൃഗം എന്ന് തന്നെ ക്വസ്റ്റ്യനായിട്ട് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. 34. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 19. 35. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് അനുച്ഛേദത്തിലൂടെയാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് അനുച്ഛേദത്തിലൂടെയാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 359. 36. മൗലിക കടമകൾ കടം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്?
മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, റഷ്യ. 37. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ മൗലിക കടമകളുടെ എണ്ണം. 42ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയതിന്റെ എണ്ണമാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 10. 38. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വിജയഭാരതി സായിനി. ഇവർ ആക്ടിംഗ് ആയിരുന്നു, ഇപ്പോൾ ഇവർ മാറിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഇവർ മാറിയിട്ടുണ്ട്. ആക്ടിംഗ് ആയിരുന്നു വിജയഭാരതി സായിനി എന്ന് പറയുന്നത്. നമുക്കപ്പോൾ എക്സാമിൽ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 39. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ആൻസർ സി ആണ്, 2005 ഒക്ടോബർ 12. 40. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രസിഡന്റ്. പ്രസിഡന്റ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത്. 41. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, 13. 42. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏത്? 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗം ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇടനാട്. ഇടനാട് ആദ്യം തന്നു എന്ന് വിചാരിച്ച് പെട്ടെന്ന് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് എഴുതരുത് കേട്ടോ. കറക്റ്റായിട്ട് ആൻസർ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 43. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കുറവാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കൊല്ലം. 44. കേരളത്തിൽ നിലവിൽ എത്ര താലൂക്കുകളുണ്ട്? എത്ര താലൂക്കുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 78. 45. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം. ആൻസർ ഓപ്ഷൻ ബി ആണ്, തലപ്പാടി. 46. കേരളത്തിലെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വയലാർ. 47. പാമ്പാടും ചോല ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. പാമ്പാടും ചോല എന്നാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 2003. 48. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. കാട്ടുപോത്തുകൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, പറമ്പിക്കുളം. 49. മത്സ്യഫെഡ് നിലവിൽ വന്നതെന്ന്. മത്സ്യഫെഡ് നിലവിൽ വന്നതെന്ന്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1984. 50. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, മാനുവൽ ഫെഡറിക്. 51. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പിട്ടത് എന്ന്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് എന്നാണ് ഒപ്പിട്ടത്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 1792. 52. ചേരുംപടി ചേർക്കുകയാണ്. പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം. വർഷങ്ങൾ തന്നിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1A 2B 3C. കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം 1865, കൊച്ചി കുടിയായ്മ നിയമം 1914, മലബാർ കുടിയായ്മ നിയമം 1929. 53. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം അറിയപ്പെടുന്നത്. വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സ്ഥലം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ.
54. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സംക്ഷേപ വേദാർത്ഥം. 55. ഗൗരി പാർവതി ഭായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതെന്ന്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായി വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ഭായ് ആണ്. എന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1917. 56. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം. ആൻസർ ഈസ് ഓപ്ഷൻ എ, അയ്യങ്കാളി. 57. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് പ്രഖ്യാപിച്ചതാര്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ആരുടെ വാക്കുകളാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരു. 58. മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ INC-യുടെ ഏത് സമ്മേളനത്തിലാണ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചത്? അപ്പൊ സി ശങ്കരൻ നായർ INC-യുടെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അമരാവതി സമ്മേളനം. 59. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമേത്? ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നിവർത്തന പ്രക്ഷോഭം. 60. ക്വസ്റ്റ്യൻ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, NV കൃഷ്ണവാര്യർ. 61. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അക്വസ് ദ്രവം. 62. മൂക്കിനെ കുറിച്ചുള്ള പഠനം. മൂക്കിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, റെനോളജി. 63. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ പറ്റിയാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മെഡുല്ല ഒബ്ലാങ്കറ്റ. 64. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതെന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ശ്വാസകോശം. രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ വൃക്ക എഴുതേണ്ടത്. രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്ത് ഓക്സിജൻ ആഗിരണം ചെയ്യുന്നത് ശ്വാസകോശത്തിൽ വെച്ചാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. 65. മനുഷ്യരുടെ വായിലെ ആകെ ചർവണങ്ങളുടെ എണ്ണം എത്ര? ചർവണങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 12. 66. അനുബന്ധ അസ്ഥികൂടത്തിലെ ആകെ അസ്ഥികൾ എത്ര? അനുബന്ധ അസ്ഥികൂടത്തിലെ ആകെ അസ്ഥികൾ എത്ര എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി, 126. 67. ശരീരത്തിലെ കാൽസ്യത്തിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ. കാൽസ്യത്തിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, വിറ്റമിൻ ഡി. 68. മലേറിയ പരത്തുന്ന രോഗാണു. മലേറിയ പരത്തുന്ന രോഗാണു ഏതാണ്? 68. ആൻസർ ഡി ആണ്, പ്ലാസ്മോഡിയം. 69. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്ന്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്ന്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2008. 70. ക്വസ്റ്റ്യൻ. ആന്റിബയോട്ടിക് അമിത ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ അമൃത്. 71. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ എ, ട്രിഷ്യം. 72. ഓക്സിജൻ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഏത് ഗ്രൂപ്പിലാണ് ഓക്സിജൻ പെടുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാൽക്കോജൻ.
73. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ജെ തോംസൺ കണ്ടെത്തിയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇലക്ട്രോൺ. 74. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ജനറേറ്ററിലെ ഊർജ പരിവർത്തനമാണ് ചോദ്യം. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 75. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിട്ടുള്ള ദർപ്പണം ഏതാണ്? ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിട്ടുള്ള ദർപ്പണം ഏത്? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, സമതല ദർപ്പണം. 76. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, സൾഫർ ഡയോക്സൈഡ്. 77. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, കാർമോസിൻ. 78. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം. പ്രകാശം സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. 79. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്ര? താഴ്ന്ന പരിധിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, 20 ഹെർട്സ്. 80. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ആൻസർ ഓപ്ഷൻ ബി ആണ്, സംവഹനം. അപ്പോൾ 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് 20 മാത്സ് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. 81. 550 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ചെയ്ത് നോക്കിയിട്ട് ആൻസർ നിങ്ങൾ എഴുതുക കേട്ടോ. കറക്റ്റായിട്ട് മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം ഈ ഒരാഴ്ച. ഇനി അധികം സമയമൊന്നുമില്ല. നന്നായിട്ട് തന്നെ സ്റ്റേജ് 1 നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. 20 മാർക്കാണ് മാത്സിന്. മാത്സ് പഠിക്കുന്ന കാര്യത്തിൽ ഉഴപ്പ് വരുത്തുകയോ ചെയ്യരുത് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 5%. 82. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. 82. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 60. 83. ഒരു ക്ലാസ് ടെസ്റ്റിൽ അപർണയ്ക്ക് മുൻപിൽ നിന്ന് 9ാം റാങ്കും പിന്നിൽ നിന്നും 28ാം റാങ്കുമാണ്. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം നോക്കുക കേട്ടോ. 83ന്റെ ആൻസർ വരുന്നത് 36. സി ആണ്, 36 ആണ് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. 84. 0, 7, 26, 63, 124 എന്നീ ശ്രേണിയിലെ 6ാമത്തെ പദം എത്ര? 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 6ാമത്തെ പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 215. 85. വിമലിന് അമലിനേക്കാൾ 8 വയസ്സ് കൂടുതലാണ്. 3 വർഷം കഴിയുമ്പോൾ വിമലിന് അമലിന്റെ വയസ്സിന്റെ ഇരട്ടിയാകും. ഇപ്പോൾ വിമലിന്റെ വയസ്സ് എത്ര? 86. 2 സംഖ്യകളുടെ ഉസാഗ 250ഉം ലസാഗു 3750ഉമാണ്. അതിൽ ഒരു സംഖ്യ 1250 ആയാൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 750. 87. √2നും √3നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? √2നും √3ക്കും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3/2. 88. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഉയരം 125 സെന്റിമീറ്റർ. ഇതിൽ ഒരു കുട്ടിയെ ഒഴിവാക്കിയപ്പോൾ ശരാശരി ഉയരം 123 സെന്റിമീറ്റർ ആയി. ഒഴിവാക്കിയ കുട്ടിയുടെ ഉയരം എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 143. 89.
120 km/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ആൻസർ ഈസ് ഓപ്ഷൻ എ 2 കിലോമീറ്റർ. 90. 243 എത്ര ഘടകങ്ങളുണ്ട്? 243 എത്ര ഘടകങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് 6. 91. എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവിഷൻ ആയാൽ 36D 3B 2A 5 C 3 B 2. കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ വക ക്വസ്റ്റ്യൻസ് വരും. നമ്മളിത് കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് തന്നെ ഇതൊക്കെ ചെയ്ത് നോക്കി പഠിക്കുക കേട്ടോ. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നതെന്നാണ് ചോദ്യം. പ്ലസും ഇൻറ്റു മൈനസും ഒന്നും ഇട്ട് കൊടുക്കുന്നത് മാറിപ്പോകരുത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 4. 92. 18 × 21 പ്ലസ് 21 × 82 എത്രയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് 2100. 93. 16, 36, 64, 114, 144 ഈ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് 114. 94. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ HIDEL എന്ന് കിട്ടി എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രമീകരിക്കാം? 94ന്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് LYITA. 95. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ മൂന്നാമത് വരുന്ന വാക്ക് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി രജിസ്റ്റർ. 96. A:B = 2:3, B:C = 4:5 ആയാൽ C:A എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 15:8. 97. 1985 ഡിസംബർ 25 ബുധനാഴ്ചയായാൽ 1988 ജനുവരി 2 ഏത് ദിവസമായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ശനി. 98. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് 125, 625. 99. 1/4ന്റെ വർഗം എത്രയാണ്? നമ്മൾ 1/4 അങ്ങനെയായിട്ട് എഴുതിയേക്കുന്നത്. 1/4ന്റെ വർഗം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 25/16. 100ാമത്തെ ക്വസ്റ്റ്യൻ. 1, 2, 6, 15, 31 എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 56. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF-ഉം അതുപോലെ തന്നെ മാത്സിന്റെ സൊല്യൂഷനും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കയറിയാൽ കിട്ടും. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ലോഗ്രാർ PSC എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സാം എഴുതാവുന്നവർ നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് പോവുക കേട്ടോ. നല്ലൊരു അവസരമാണ്, നമ്മൾ നഷ്ടപ്പെടുത്തുക ചെയ്യരുത്. ഈ ഒരു സമയം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പഠിക്കുക. അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.